മഹാനരായ മൂസാ നബിയോട് റബ്ബ് പറഞ്ഞു, മൂസാ നബിയെ, കഴിഞ്ഞയാഴ്ചയല്ലേ നിങ്ങളുടെ ഉമ്മ മരണപ്പെട്ടത്? നിങ്ങളുടെ ഉമ്മയുടെ ഹയാത്ത് വലിയ കാവലാ, നിങ്ങൾക്കത് വലിയ കാവലാ. ആ കാവൽ മരണപ്പെട്ടോടുകൂടെ ഇല്ലാതിരുന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഉമ്മയുടെ ദുആ എന്നല്ല, നമ്മുടെ ഉമ്മ ഹയാത്തിൽ ഉണ്ടാവുക എന്നത് തന്നെ അത് നമുക്ക് വലിയ കാവലാണ്, ബാപ്പ കാവലാണ്. അതുകൊണ്ട് മാതാപിതാക്കളെ അവഗണിക്കല്ല, അവരെ ഒരിക്കലും പാർശ്വവൽക്കരിക്കല്ല. സ്വന്തം ഭാര്യയുടെ ഭർത്താവിന്റെ പൊരുത്തത്തിന് വേണ്ടി, തൃപ്തിക്ക് വേണ്ടി ഒരിക്കലും അങ്ങനെ സ്വന്തം മാതാപിതാക്കളെ തള്ളിപ്പറയുന്ന അവസ്ഥ പാടില്ല. ജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെടുകയാണ്. ഒരു വീട്ടിൽ സന്തോഷമുണ്ടാകുന്ന 6 കാര്യങ്ങൾ ഹദീസിലുണ്ട്. ഏതാണ് സന്തോഷമുണ്ടാകുന്നത്? അൽ ബറകതു മഅകാബിരിക്കോ. നിങ്ങളുടെ വീട്ടിൽ പ്രായമായ ഉമ്മയുണ്ടോ, പ്രായമായ ഉപ്പയുണ്ടോ? തീർച്ചയായും മഅകാബിരിക്കും, പ്രായമായവരോട് കൂടെയാണ് ബറക്കത്തെന്ന് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രായമായ ഉമ്മ, പ്രായമായ ബാപ്പ, ഉമ്മാന്റെയും ബാപ്പാന്റെയും സ്ഥാനത്താണ് അമ്മോശൻ, അമ്മായിമ്മ. അതുകൊണ്ട് അവര് ഉമ്മ ബാപ്പാന്നേ വിളിക്കാവൂ. ചില പെൺകുട്ടികൾ ആ തള്ളാന്നാ പറയാം. തള്ളാന്ന് പറഞ്ഞാൽ എന്താണ്? ഉമ്മന്റെ സ്ഥാനത്ത്. പക്ഷെ അങ്ങനെ പറയാൻ പറ്റൂലല്ലോ. ചില പ്രയോഗങ്ങളിൽ ചില മാറ്റങ്ങൾ വരും. ഈ മൊബൈല് അടിപൊളിയാണ് എന്ന് പറഞ്ഞ ഉഷാറാണ് അല്ലേ? ഈ മൊബൈലിൽ തല്ലിപ്പൊളിയാണ്, മോശാന്നാണ്. അടിയും തല്ലും തമ്മിലുള്ള ഫർക്ക് എന്താ? അടിപൊളി പറഞ്ഞാൽ ഉഷാറ്, തല്ലിപ്പൊളി പറഞ്ഞാൽ മോശം. അടിയും തല്ലും ഒരു വ്യത്യാസമല്ല. അങ്ങനെയാണല്ലോ. ആ പ്രയോഗത്തിൽ ഭയങ്കര സംഗതിയാണ്. ഒരു മകള് വിരുന്നപ്പോ ബാപ്പ നാളെ എന്തേ ഗൗരവത്തിൽ എപ്പോഴാന്ന്? ഞാൻ രാവിലെ പിന്നെ ചോദിച്ചാൻ തോന്നുന്നില്ല. നാളെ പോയ പോരെ? ആ തള്ളം തന്നെ എല്ലാം പറഞ്ഞില്ല. ഏതള്ള? അമ്മായിമാനെ. അത് പ്രയോഗമാണ്. വേറെ മകള് വരുന്നത്, പാപ്പേ നിങ്ങൾ എവിടെയെന്ന് ഇങ്ങോട്ട് ചോദിച്ചിരുന്നു. എന്തൊക്കെയാ വിശേഷം? മോളോ നാളെ പോയാ പോരെ? അല്ലേ പാപ്പേ, ഉമ്മാക്ക് മരുന്ന് കൊടുക്കാനൊക്കെ ഞാൻ തന്നെ വേണേ. ഉമ്മ നാളെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ അങ്ങനല്ലേ, അത് ഞാൻ ഇല്ലെങ്കിൽ ഉമ്മാക്ക് ശരിയാവൂലേ. ആണോ? ഒരാള് ഉമ്മാന്നും ഒരാള് തള്ളാന്നും. അപ്പൊ പ്രയോഗം ഭയങ്കര വിഷയം. അപ്പൊ ഒരു വീട്ടിൽ ബറക്കത്തുണ്ടാവാനുള്ള 6 കാര്യങ്ങളിൽ ഒരു കാര്യം പ്രായമായ ഒരാള് വീട്ടിലുണ്ടാകുക എന്നുള്ളത്. ഒരാള് എന്ന് പറഞ്ഞാല് അതിനെ വേന. ഒരു കൊട്ട തേങ്ങ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൊട്ട തേങ്ങ എന്ന് പറയുമ്പോഴും ഒരു കൊട്ട തേങ്ങ അറിയുമ്പോഴും വ്യത്യാസമുണ്ട്. ഒരാള് എന്ന് പറഞ്ഞാൽ ഒരാളെങ്കിലും അതിന്റെ വേന. അപ്പൊ ഒരു വീട്ടിൽ റാഹത്തും സന്തോഷം ഉണ്ടാവാൻ പ്രായമായ ആളുകളെ പരിഗണിക്കുക. ഒരിക്കൽ നമ്മളെ പ്രവർത്തനങ്ങളും സംഗതി ഒന്നും തിരിഞ്ഞോളന്നില്ല. നമ്മൾ ചിലപ്പോ മൊബൈലും എന്തെങ്കിലും നോക്കുമ്പോ അതാ ഓളാ മൊബൈലിൽ കിളമ്പണു, ആ വെറ്റിലമ്മ 100 വെക്കണായിരിക്കും തോണ്ടണു എന്നൊക്കെ പറഞ്ഞേക്കാം. സാരല്ല, പരമാവധി അത് ഒഴിവാക്കും ചെയ്യാം. അങ്ങനെ നല്ലൊരു റാഹത്ത് വീട്ടിൽ ബറക്കത്ത് ഉണ്ടാകുന്ന ഒന്നാണ്. അൽ ഗനമു ബറക. വീട്ടിൽ ബറക്കത്തുണ്ടാകുന്ന ഒന്നാണ് ആട് ബറക്കത്താണ്. ആട് ബറക്കത്താണ്. വീട്ടിൽ ആട് ബറക്കത്താണ്. നാം തന്നെ ക്ലാസ് കഴിഞ്ഞു പോകുമ്പോ ചെമ്മാട്ടങ്ങാടിന്ന് 1 കിലോ ആട്ടിറച്ചി കൊണ്ടുപോയി ഫ്രിഡ്ജിൽ കൊണ്ടുപോയേക്കാം. ആട്ടിറച്ചിയല്ല, ആട്. ആട് വളർത്തുക എന്നുള്ളത് വലിയ ബറക്കത്താണ്. ആട് ഇബാദത്തെടുക്കുന്ന ജീവിയാണ്, നേരത്തെ എണീക്കുന്ന ജീവിയാണ്, എല്ലാ ജീവജാലങ്ങളും തസ്ബീഹ് ചൊല്ലുന്ന ജീവിയാണ്. ജീവികൾ അങ്ങനെ. ഒരിക്കൽ മഹാനരായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് ഒരാള് ഞാൻ ആരാവണം എന്ന് ചോദിച്ചു. വയല് കേട്ടപ്പോൾ ത്രില്ലായപ്പോ ഇങ്ങോട്ട് നന്നാകണം തോന്നിയപ്പോ
വയല് കഴിഞ്ഞ് വന്നപ്പോൾ ഇങ്ങനെ സ്റ്റേജമ്മ കയറി അസ്സലാമു അലൈക്കും വലൈഹിസ്സലാം, ഞാൻ ഇവിടെ ഉള്ളതാണ്. ഇത് ഇവിടെ ഉള്ള ആയിക്കോട്ടെ, പിന്നെ എന്തേന്ന് ചോദിച്ചു. എനിക്ക് നന്നാവണം എന്ന് ആഗ്രഹമുണ്ട്, അത് നല്ല ഇന്ത്യയാണ്, നന്നായിക്കോ. ഞാൻ ആരാകണ്ടോ ചോദിച്ചു. കുൻ കൽബച്ച് ഒരു നായായിക്കോ. നായാകും ചോദിച്ചിട്ടില്ല, കാരണം നായാകാനാ പറഞ്ഞു. അയില് ഇങ്ങനെ നിന്നു. അപ്പൊ ഇയാൾക്ക് മാറിയോ, പറഞ്ഞോടത്ത് എന്തേലും മാറിയോ എന്നുള്ള എനിക്ക് എന്ത് കുൻ ഖുറാബൻ ഒരു കാക്കയിക്കോ. കാക്കേ 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 കൂടെ അവിടെ കാക്കേ, എന്താ ഈ കാക്ക, എന്താ ഈ കാക്കയാകണം എന്ന് അറിയണം. അയല് പറഞ്ഞു കുൻ ദീക്കൻ ഒരു കോഴിയാവാൻ പറഞ്ഞു, പൂവൻ കോഴി. പിന്നെ പറഞ്ഞു കുൻ ഹിറത്തൻ ഇതൊരു പൂച്ചയാവാൻ. പിന്നെ മൂത്തുക്ക് നോക്കിയില്ല, ഇനി കുൻ പോത്തന്നേറ്റ പറഞ്ഞാലോ. അപ്പൊ ആ നിലക്ക് മൂത്തുക്ക് നോക്കിയില്ല. ഞാൻ പോവാണ് പോലെ, കാരണം ആകണം അന്തമുട്ടിക്കാണ്. ഇനിയിപ്പോ എന്താ ആകാൻ നല്ലത്, എന്താ പൊതു നന്നാകാൻ വേണ്ടി വന്നപ്പോ സങ്കടത്തിനെതിരെ ഹരിച്ചു കൊടുത്തപ്പോ മഹാസങ്കടം പാസ്സാക്കി കൊടുത്തു പറഞ്ഞായിരിക്കും ആകെ കൂടെ ജഗപോകെ. മഹാനരായ ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞു, മോനെ കുൻ കൽബൻ നായയെ കണ്ടുപഠിക്കുക, എന്നാൽ നായയാവുക എന്നാൽ കുൻ ഷാക്കിറ നീനൊരു നന്ദിയുള്ള ജീവിയാകണം. മഹാനരായ ഗൗസുൽ ആദം അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞതുപോലെ അൽ കൽബു യൻസുറു സാഹിബഹു വയുഈനുഹു ഫീ സ്വൈദിഹി വയഹ്ലിസു ദാറഹു. ഒരു നായ വീട് കാക്കുന്നു, വേട്ടയിൽ സഹായിക്കുന്നു, കൃഷിയിൽ സഹായിക്കുന്നു, പല നിലക്കും നായ ഉപകാരമുണ്ട്. ആ നായ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അതിന് മന്ത്ലി സാലറി ഇല്ല, ഡെയിലി വേജസ് ഇല്ല. ഈ നായക്ക് കൊടുക്കുന്നതോ ഒന്നോ രണ്ടോ ഉരുള ഭക്ഷണം മാത്രമാണ് ഈ നായക്ക് കൊടുക്കുന്നത്. എന്നാൽ ആ നായയുടെ സ്ഥാനം പുറത്താണ്. വല്ലപ്പോഴും അറിയാതെ നായയൊന്ന് അകത്ത് കയറി നിന്റെ ബെഡിലൊന്നിരുന്നാല് ആ നായയുടെ ഇരിപ്പിന്റെ പേരിൽ രോഷാകുലനായി നീ ഇരുമ്പ് കസാല വലിച്ചെറിഞ്ഞ് നായയുടെ നേരെ പ്രഹരിച്ചാല് അതിന്റെ കാലൊടിഞ്ഞാലും നിന്നെ കാണുമ്പോൾ നന്ദിയോടെ വലാട്ടാറില്ലേ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആർജിക്കുകയും അള്ളാഹുവിന്റെ ആഹാരം കഴിക്കുകയും ഒരുപാട് അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന നിനക്ക് മോനെ ആ യജമാനനായ റബ്ബിനോട് അർഹമുർറാഹിമീനായ റബ്ബിനോട് കടപ്പാടില്ലേ. അതുകൊണ്ട് നായയെ കണ്ട് നീ ശുക്ർ പഠിക്കണം എന്നാണ്. ഒരാള് നന്നാവണോ നായയെപ്പോലെ നന്നാവണം, അഥവാ നന്ദിയുള്ള ജീവിയാകണം എന്നാ. ആ നായയെ യജമാനൻ അടിച്ചാലും നായയുടെ കാലൊടിച്ചാലും നായക്ക് പ്രതിഷേധമില്ല. ഇതുപോലെ റബ്ബെത്ര പരീക്ഷിച്ചാലും വലനബലുവന്നകും മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. റബ്ബ് അടിമയെ എത്ര പരീക്ഷിച്ചാലും ആ പരീക്ഷണത്തെ കുറിച്ച് ബോധവാന്മാരായിക്കൊണ്ട് നന്ദിയുള്ള അടിമയാകണേ. ദുനിയാവ് പരീക്ഷണത്തിന്റെ ലോകമാണ്, ദുനിയാവ് നിരീക്ഷണത്തിന്റെ ലോകമാണ്. പല നിലക്കുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവാം. ഇവിടെ പരീക്ഷിക്കപ്പെട്ട ആളുകൾ ആഖിറത്തിൽ വരുന്ന സമയത്ത് അവരോട് പറയും നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോവാം. ഈ പരീക്ഷിക്കപ്പെട്ട ആളുകൾ ചോദിക്കും യാ മൗലാനാ അല്ലാ തറക്തനാ ലിൽ ഹിസാബ്, എന്തേ ഞങ്ങൾക്ക് വിചാരണയില്ലേ? ഞങ്ങളും വെള്ളം കുടിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങളും ഭക്ഷണം കഴിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങളും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, എന്തേ ഞങ്ങൾക്ക് വിചാരണയില്ലേ എന്ന് ചോദിക്കുമ്പോ അതേ റബ്ബ് തആല പറയുന്നു, അതേ ഖദ് ഹസബ്തുകും ഫിദ്ദുനിയാ ലാ നുഅദ്ദിബുകും മർറതൈൻ ഖദ് ഫുതിഹത് ലകും അബ്വാബുൽ ജന്ന ഉദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്. ദുനിയാവിൽ നിങ്ങൾക്കുള്ള വിചാരണ കഴിഞ്ഞിട്ടുണ്ട്. ആ
വിചാരണയാണ് മുഅ്മിനെ ജീവിതത്തിൽ സംഭവിക്കുന്ന മുസീബത്തുകള് അത് ക്ഷമിക്കുക എന്നതാണ്, പൊറുക്കുക എന്നതാണ്. ആ നിലക്ക് ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന ആളുകള് അവർക്ക് സ്വർഗത്തിലേക്ക് പെട്ടെന്ന് പോവാം. ഇത് കാണുമ്പോൾ മറ്റുള്ള ആളുകള്, വിചാരണ കാത്തു നിൽക്കുന്ന ആളുകള് അവര് പറയും, യാ റബ്ബനാ ഹല്ലാ റജഅത, ഞങ്ങൾക്കൊന്ന് മടക്കിക്കൂടെ, ഞങ്ങളെ ഒന്ന് മടക്കിക്കൂടെ റബ്ബേ. അങ്ങനെ മടക്കിയിരുന്നെങ്കിൽ ഒരുപാട് കത്തികളും ആയുധങ്ങളും കൊണ്ട് ഞങ്ങളുടെ ശരീരം ഇഞ്ചിഞ്ചായി മുറിക്കപ്പെട്ട് 1000 കൊല്ലം പരീക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ എന്ന് പരീക്ഷിക്കപ്പെടാതെ വിചാരണ കാത്തു നിൽക്കുന്ന ആളുകള് അവിടെ ചിന്തിക്കുമെന്നാണ് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നായയെ കണ്ട് നന്ദി പഠിക്കുക. മറ്റൊന്ന് പറഞ്ഞത് കുൻ ഉറാബൻ, നീ ഒരു കാക്കയാവണം എന്നാണ്. കാക്ക ഐ കുൻ മുറാഖിബ, കാക്ക സമർത്ഥനായ ഒരു നിരീക്ഷകനാണ്. ഈ കാക്ക ഉണ്ടല്ലോ, നിങ്ങള് കൊമ്പുമ്പോ നിന്നിട്ട് ഇങ്ങനെ തല ഇങ്ങനെ ഒതുക്കിക്കൂലല്ലോ. ഏതാ പോയി സഖാഫിയോ? എന്താ പോയി ഇവിടെ മുനീസ ഇങ്ങനെ ഇങ്ങനെ എന്താ ഇങ്ങനെ കാക്ക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തലയോട്ട് ഇങ്ങനെ ആട്ടാറ്. കാക്കയുടെ ശൈലി അങ്ങനെ. കാക്ക മുഖ്തസറുൽ മഅനി എന്ന കിതാബിന്റെ വക്കത്ത് കാണുന്ന സംഭവം. വലിയ കാക്ക കുഞ്ഞിക്കാക്കക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുക, ട്യൂഷൻ കൊടുക്കുകയാണ്. മനുഷ്യരെന്ന് പറയുന്ന ക്ഷുദ്രജീവികളിൽ നിന്ന് ശരീരത്തെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നതാണ് സംസാര വിഷയം. അപ്പൊ ഈ തന്തക്കാക്ക കുട്ടിക്കാക്കാനോട് പറഞ്ഞു, മനുഷ്യന്മാരെ അടുത്ത് കൂടെ ഇങ്ങനെ പോകുമ്പോ ഓല് കുമ്പിട്ടാല് പാറിക്കൊണ്ടിട്ടോ. അതെന്തിനാണെന്ന് വെച്ചു. ഓല് കുമ്പിട്ടാല് ചിലപ്പോ കാലി ഒറിയാനേ കാരണം, അല്ലെങ്കിൽ ഷൂസ് ശരിയാക്കാനായിരിക്കും, കല്ലെടുക്കാനും സാധ്യത ഉണ്ട്. അപ്പോ ഇങ്ങനെ കുനിഞ്ഞ പാറണം എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടിക്കാക്ക ചോദിച്ചു, ഓല് നടന്നു വരുമ്പോ തന്നെ കജ്ജില് കല്ലുണ്ടെങ്കിലോ? എന്നാ പോലെ കണ്ടേക്കന്നെ പാറിക്കളാണ്. കാരണം ഇപ്പോഴത്തെ മക്കൾ അങ്ങനെയല്ല. ഇങ്ങോട്ട് സംശയം ചോദിച്ചിരുന്ന ആൾക്കാരാണ് എന്തിനും. ഇപ്പൊ സ്കൂളിൽ കള്ളത്തരം കാട്ടിയിട്ട് വീട്ടിൽ കുത്തിരിക്കുന്ന സമയത്ത് ടീച്ചർ തെരഞ്ഞു വന്നപ്പോ, അടാ ടീച്ചർ വരുന്നുണ്ട് പോയി ഒളിച്ചെന്ന് പറഞ്ഞപ്പോ വലിയപ്പ നിങ്ങൾ ഒളിച്ചെന്നോളൂ, നിങ്ങൾ മരിച്ചു എന്ന് ഞാൻ നേരത്തെ വിളിച്ചറിഞ്ഞു പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഇപ്പോഴത്തെ മക്കൾ എന്നൊക്കെ പറഞ്ഞ കാലം പോയ പോക്ക് അങ്ങനെയാണ്. എന്തോ ആവട്ടെ. അപ്പോ കുൻ ഖുറാബ, നീ ഒരു കാക്കയാവുക എന്നാൽ സമർത്ഥനായ ഒരു നിരീക്ഷകൻ ആവുക എന്നതാണ്. ഏത് വിഷയത്തിലും ഹലാലും ഹറാമും നോക്കുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മൂന്നാമതായി ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കുൻ ഹിറതൻ, പൂച്ചയാവാൻ. പൂച്ചയാവുക എന്ന് പറഞ്ഞാൽ ഐ കുൻ മുതവാലിയ, നീ വിനയമുള്ളൊരു ജീവിയാകണം. പൂച്ച ഭയങ്കര വിനയമുള്ള ജീവിയാണ്. സംഭവം കട്ടുന്നും, അത് വേറെ വിഷയം. പൂച്ചപ്പാസുകാരൻ്റെ ഒരു പാസ് ഉണ്ട്. എവിടെയെങ്കിലും വന്നിട്ട് അത് അടുക്കളയ്ക്ക് അവിടെ കൊടുക്കുക വന്നിട്ട് എന്താണ് പരമാവധി ആരും ഇല്ലാത്ത സമയത്ത് ആ മൂപ്പര് വരിക. പെണ്ണുങ്ങൾ തറാവി കരിച്ചുമ്പോ കാണാം അടുപ്പൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ പല പലാന്നൊരു ഒച്ച. അങ്ങനെ നോക്കുമ്പോ എന്താണ് അവിടെ പൊരിച്ച ചെയ്യുന്ന തളയന്റെ മുറിക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെയാണ് അതിന്റെ സംഗതി പൂച്ച. പക്ഷെ അതൊരു വിനയുള്ള ജീവിയാണ്. നമ്മളിങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ പുറത്തുനിന്ന് ആദ്യം ഒരു ബെല്ലടിച്ചു, മ്യാവും, ഞാൻ വന്നിണ്. ഇങ്ങോട്ട് ഇങ്ങനെ കയറി വരും. കയറി ഇങ്ങനെ വന്നിട്ട് ആദ്യം ഇങ്ങനെ കാലുമെന്ന് ഉയ്യും, ഞാൻ ഇവിടെ ഉണ്ട്. ഇങ്ങോട്ടും മെയിൻ ചെയ്യണില്ലെങ്കിൽ മേലക്കൊന്ന് നോക്കിയിട്ട് മ്യാവും ഒരെല്ലെങ്കിലും തന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എന്തൊരു മട്ടത്തിലുള്ള ചോദ്യമാണ്. കാക്കൊന്നും അങ്ങനെയല്ലല്ലോ, കാക്ക കൊത്തിയ മണ്ടല. എന്നാൽ നീ ഒരു പൂച്ചയാവുക എന്നാൽ ഒരാളുടെ ജീവിത വിജയത്തിൽ അനിവാര്യമാണ് തവാദു, വിനയം എന്ന് പറയുന്നു. വിനയം വളരെ പ്രധാനം. നാലാമതായി ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞു, കുൻ ദീക്കൻ, നീ ഒരു കോഴിയാവുക അഥവാ കുൻ ദാക്കിറ. കോഴി എന്ന ജീവി നേരത്തെ വന്ന് ദിക്ർ ചൊല്ലുന്ന ജീവിയാണ്. സുബഹിയുടെ മുമ്പ് തന്നെ എണീറ്റ് കൊണ്ട് ഇദാ സമീതും സിയാഹദ്ദിയാകി സലുല്ലാഹു മിൻ ഫളിഹി ഫഇന്നഹു റആ മലക്കൻ. പൂവൻകോഴി കൂവുന്നത് കേട്ടാൽ അല്ലാഹുവോട് ദുആ ഇരക്കണം എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തേ കാരണം? അതൊരു മലക്കിനെ കണ്ടുകൊണ്ടാണ്.
നായ സുബൈവാങ്കിനൊക്കെ കാണാൻ ചിലപ്പോൾ ചില നായ്ക്കൾ ഇജാബത്ത് ചെയ്യും. അത് കേട്ടാല് കാവല് ചോദിക്കണം എന്നാണ്. കാരണം അത് ശൈത്താനെ കണ്ടിട്ടാണ് നായ ഊക്കണത്. എന്നാൽ കോഴി കൂവുന്നത് അതിന് പൂവൻ കോഴി എവിടെയുള്ളു? ആരെ വരിയിലപ്പൊ പൂവൻ കോഴി ഉണ്ടോ? അപൂർവം ചില ആൾക്കാരെ പെരയിൽ ഉണ്ട് എന്ന് പറയാം. ഒരു ബറക്കത്ത അദ്ദീഖു ബറക ഖാല റസൂലുള്ളാഹി. വീട്ടിൽ ബറക്കത്താണ് കോഴി എന്നത്, പൂവൻ കോഴി എന്നത്. ആട് ബറക്കത്താണ്. അപ്പൊ തന്നെ ഒരു ഇരുമ്പിന്റെ ആടും കൂട് വാങ്ങിയിട്ട് പെരി കൊണ്ടുപോയി വെക്കുക എന്ന് പറയുമ്പോ പെണ്ണുങ്ങള് ആ വർക്കത്ത് വേണ്ട, വേറെ കോലത്തിലുള്ള വർക്കത്ത് എടുത്തോളാം, അതിപ്പോ വേണ്ട എന്നാ പറയാ അല്ലേ? പക്ഷെ അമ്പിയാക്കളൊക്കെ ആടിനെ വളർത്തിയിരുന്ന ആളുകളാണ്. അപ്പൊ ഒരു വീട്ടിൽ സന്തോഷം റാഹത്തുള്ള സംഗതി പറഞ്ഞു എന്ന് മാത്രം. ഇത്തരം കാര്യങ്ങളൊക്കെ വീട്ടിൽ ബറക്കത്താണ്. ഇജഅലൂ നസീബൻ മിനൽ ഖുർആനി ഫീ ബുയൂതികും. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന വീട്ടിൽ ബറക്കത്താണ്. കന്നിമൂലയിലൂടെ പോകുന്ന പൈപ്പ് കളച്ചു മാന്തിയത് കൊണ്ടൊന്നും ബർക്കത്ത് വരൂല. ബറക്കത്ത് വരാനുള്ള മാർഗം എന്താണ്? ഇജഅലൂ നസീബൻ മിനൽ ഖുർആനി ഫീ ബുയൂതികും. നിങ്ങളുടെ വീടുകളിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ അവിടെ ബറക്കത്തുണ്ടെന്ന് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ ബറക്കത്തും റഹ്മത്തും ഉണ്ടാവാനുള്ള കുറെ സാഹചര്യങ്ങളുണ്ട്. ദുആക്ക് ഉത്തരം കിട്ടുന്ന കുറെ സമയങ്ങളുണ്ട്. ഇപ്പൊ കാണാം, ഒരു ഹദീസിൽ കാണാം, ഇദാ തന്ന ഉദ്നു അഹദികും ഫല്യദ്കുർനി ഫല്യുസല്ലി അലയ്യ. ചെവി കൂക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർത്ത് സലാത്ത് ചെല്ലണമെന്നാണ്. ചെവി കൂക്കൂല ചിലപ്പോ അല്ലെ? ചെവി കൂക്കൂല. ചെവി ഇങ്ങനെ ഇങ്ങനെ കൂക്കുമല്ലോ, കൂക്കലില്ലേ? ചെവി കൂക്കണ എന്താ അറിയോ? നമ്മളെ പറ്റിയിട്ട് ഒരു ഹൈറായ വർത്താനം ഒരു സാലിഹായ മനുഷ്യനോട് ഒരാൾ പറയുമ്പോഴാണ് നമ്മൾ ചെവി കൂക്കുക എന്നാ. നമ്മളെ സംബന്ധിച്ച് ഒരു നല്ല വർത്തമാനം ഒരു സ്വാലിഹായ മനുഷ്യനോട് ഒരാൾ പറയുമ്പോ ചെവി കൂക്കും. ചവടക്കുറ്റിക്കൊന്ന് കൊടുത്താലും കൂക്കും, അത് കൂട്ടൂല. പിന്നെ ഇതാണ് ആ മുത്തുനബിന്റെ മേൽ സ്വലാത്തു അല്ലാനും ദ്വാരക്കാനും പറ്റിയ ടൈമാണ്. മഴ പെയ്യുമ്പോ ദുആക്ക് ഉത്തരമുണ്ട് എന്നാണ്. അങ്ങനെ ഉത്തരമുള്ള കുറെ സംഗതികളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് മാതാപിതാക്കളോടുള്ള പരിഗണന ഏറ്റവും പ്രധാനപ്പെട്ട